തിരക്കേറിയ നടനായിരുന്നു ജഗദീഷ് ശ്രീകുമാർ. വാഹനാപകടത്തിൽ പരിക്കേറ്റ ശേഷം അഭിനയ രംഗത്ത് നിന്ന് മാറി നിൽക്കുകയായിരുന്നു. ജഗതിക്ക് പകരക്കാരനായി മറ്റൊരാൾ മലയാള സിനിമാ രംഗത്ത് പിന്നീട് വന്നിട്ടില്ല. പലതരത്തിലുള്ള കഥാപാത്രങ്ങൾ ജഗതി ചെയ്തു. സിനിമകളിൽ കാണാതായിട്ട് വർഷങ്ങൾ പിന്നിട്ടുവെങ്കിലും ജഗതിയെ പ്രേക്ഷകർ മറക്കാത്തതിന് കാരണം ഈ കഥാപാത്രങ്ങളാണ്. വ്യക്തിജീവിതത്തിലെ ജഗദീഷ് ശ്രീകുമാറിനെക്കുറിച്ച് പലർക്കും പല അഭിപ്രായങ്ങളുണ്ട്. ചിലർക്ക് ജഗതി ദേഷ്യക്കാരനായ സഹപ്രവർത്തകനാണ്. ചിലർക്ക് ജഗതി വളരെ നല്ല രീതിയിൽ പെരുമാറിയ സഹപ്രവർത്തകനും. ജഗതിയുടെ ദേഷ്യത്തെക്കുറിച്ച് പല അഭിനേതാക്കളും സംസാരിച്ചിട്ടുണ്ട്. ചില പൊതുവേദികളിൽ വളരെ മോശമായി ജഗതി സംസാരിച്ചിട്ടുണ്ട്. അവതാരക രഞ്ജിനി ഹരിദാസിനെ അപമാനിച്ച് സംസാരിച്ച വലിയ രീതിയിൽ ചർച്ചയായിരുന്നു. രഞ്ജിനിയുടെ കരിയറിലെ ഏറ്റവും വിഷമകരമായ നിമിഷങ്ങൾ ഒന്നായിരുന്നു ഇത്. ഒരിക്കൽ നടി നയൻതാരയെ അപമാനിച്ചും ജഗദീഷ് കുമാർ സംസാരിച്ചിട്ടുണ്ട്. ഒരു കോളേജ് പരിപാടിയിൽ പങ്കെടുക്കുകയായിരുന്നു ജഗതി. നയൻതാരയെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണെന്ന് കാണികളിൽ നിന്ന് ചോദ്യം വന്നു. ഒരു കേരളീയ സുന്ദരി, ഒരു പാവം പെൺകുട്ടി, ജീവിക്കാൻ വേണ്ടി സിനിമയിലേക്ക് ഇറങ്ങി. കേരളത്തിൽ വന്നാൽ സാരി ഉടുക്കും, കേരളം വിട്ടാൽ ജട്ടിയും എന്നാണ് ജഗതി പറഞ്ഞത്. ഈ അതിശയ പരാമർശം കേട്ട് കാണികൾ കൈയടിച്ചു. നയൻതാരയും മോളിവുഡും മനസ്സിലക്കര എന്ന സിനിമയിലൂടെ അഭിനയ രംഗത്ത് വന്നതെങ്കിലും മലയാള സിനിമാ ലോകത്ത് ഇന്നും തന്നെ തുടരാതെ നയൻതാര പെട്ടെന്ന് തന്നെ തമിഴകത്തേക്ക് കടക്കുകയായിരുന്നു. പിന്നീട് താരമായി നയൻതാര വളർന്നു. മലയാള സിനിമാ രംഗത്തെക്കുറിച്ച് ഒരിക്കൽ നയൻതാരയോട് ഒരു തമിഴ് അഭിമുഖത്തിൽ ചോദിച്ചപ്പോൾ നറി മറുപടി നൽകുകയായിരുന്നു. എനിക്കതിൽ ഡിപ്ലോമാറ്റിക് ആകാൻ താല്പര്യമില്ല. ബോംബെയിൽ നിന്ന് വരുന്ന നായികമാരാണെങ്കിൽ അവർക്ക് ബഹുമാനം നൽകും. എന്നാൽ സ്വന്തം നാട്ടിലെ കുട്ടിയാണെങ്കിൽ അതിൻ്റെ അഡ്വാൻറ്റേജ് എടുക്കും. അതൊരു തെറ്റാണെന്ന് പറയുന്നില്ല. നമ്മുടെ നാട്ടിലെ പെണ്ണല്ലേ, എന്തിന് ആർട്ടിഫിഷ്യലായി ബഹുമാനം കൊടുക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും ആർട്ടിസ്റ്റാണ്. അത് അവർ ശ്രദ്ധിക്കണം എന്നാണ് നയൻതാര പറഞ്ഞത്. മലയാള സിനിമയേക്കാൾ ബഹുമാനം മറ്റു ഭാഷകളിൽ ലഭിക്കാറുണ്ടെന്നും മറ്റു ചില നടിമാരും പറഞ്ഞിട്ടുണ്ട്.